ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനവും സൗഭാഗ്യവും. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇറ്റലിയിൽ പടർത്തിയ വിശ്വാസത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ചൈതന്യം കേരളക്കരയിൽ അനാവരണം ചെയ്ത ആദ്യ വ്യക്തി ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനാണ്. മധ്യയുഗ യൂറോപ്പിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിന് സമാനമായ സാഹചര്യങ്ങളാണ് കേരളത്തിലും ഉണ്ടായിരുന്നത്. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഭൗതിക സാഹചര്യങ്ങൾ. കുലീന കുടുംബത്തിന്റെ സുഖഭോഗങ്ങളും ആഡംബരങ്ങളും വളർച്ചാ സാധ്യതകളും ഉച്ഛിഷ്ടമായിട്ടേ സത്യം തിരിച്ചറിഞ്ഞ ഫ്രാൻസിസിന് തോന്നിയുള്ളൂ. മറ്റുള്ളവരൊക്കെ സാമ്പത്തികമായും വസ്തുവിന്റെ അളവിലും അടിവച്ചടിവച്ച് കയറിയപ്പോൾ തൊമ്മച്ചന്റെ കുടുംബം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഈ ലോകത്തിൽ സമ്പത്ത് കുന്നുകൂട്ടുക തൊമ്മച്ചനോ പുത്രനോ ലക്ഷ്യമാക്കിയിരുന്നില്ല. വിശുദ്ധ തോമാസ് ലീഹായിൽ നിന്നും നേരിട്ട് മാമോദിസ സ്വീകരിച്ച 4 ബ്രാഹ്മണ ശ്രേഷ്ഠ കുടുംബങ്ങളിൽ ഒന്നായിരുന്ന ശങ്കരപുരി കുടുംബത്തിന്റെ ശാഖകളിൽ ഒന്നായ തെക്കേടത്ത് കുടുംബാംഗമായിരുന്നു തൊമ്മച്ചൻ. പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ ചരമവാർഷിക പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി രൂപതയും ഫ്രാൻസിസ്കൻ 3-ാം സഭയും ചേർന്ന് 1987 പുറത്തിറക്കിയ സ്മരണികയിൽ ശ്രീ ജോർജ് കണ്ടത്തിൻപറമ്പിൽ എഴുതിയ ആത്മായ ഗുരുവിന്റെ വേരുകൾ തേടി എന്ന ആധികാരികവും ഈടുറ്റതുമായ ലേഖനത്തിൽ ഇക്കാര്യം വ്യക്തമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചിട്ടുണ്ട്. പാലയൂരിൽ നിന്ന് ഈ 4 കുടുംബങ്ങൾ അങ്കമാലി, ഏറ്റുമാനൂർ, കുറവിലങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. കുറവിലങ്ങാട്ട് നിന്നും തോമ എന്നൊരാൾ കുടുംബസമേതം എടത്വായിൽ തെക്കേക്കര വാസമുറപ്പിച്ചു. അതാണ് എടത്വ തെക്കേക്കര കുടുംബത്തിന്റെ ആരംഭം. പിന്നീട് തെക്കേക്കര നിന്ന് മറ്റൊരു തോമ പുത്തൻപറമ്പിലേക്കും താമസം മാറി. ഈ ശാഖയിലാണ് ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ഭൂജാതനായത്. ആഢ്യതയും ആസ്തിയും അറിഞ്ഞുപേക്ഷിച്ച തൊമ്മച്ചൻ ഉയർത്തുന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇനിയും ക്രൈസ്തവ ലോകം വൈകിക്കൂടാ. ദൈവം നമ്മെ സഹായിക്കട്ടെ.